ജീവിത സ്വപ്നങ്ങളൊന്നും തന്നെ നടന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ട് നിരാശയിൽ കഴിയുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരുപക്ഷെ ഈ കഥ നിങ്ങൾക്കൊരു ഊർജമേകിയേക്കും. ഒരിടത്ത് ഒരു ഗോതമ്പ് മണിയായിരുന്നു. പത്തായപ്പുരയിലായിരിക്കുമ്പോഴേ ഏറ്റവും രുചികരമായ ഭക്ഷണ വിഭവങ്ങളുടെ ഭാഗമായി മാറുന്നത് അവൻ എന്നും സ്വപ്നം കാണുമായിരുന്നു. പക്ഷേ പത്തായപ്പുരയിൽ നിന്ന് അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയത് വയലിലേക്കാണ്. നിരാശനായി മണ്ണിനടിയിൽ കഴിഞ്ഞ നാളുകളിലൊന്നിൽ അവൻ മണ്ണടരുകൾക്ക് മുകളിൽ ഒരു പച്ചിലനാമ്പായി മുളപൊട്ടി ഉയർന്നു. സഹനത്തിന്റെ നാളുകളായിരുന്നു പിന്നീട്. ചുറ്റിലും ഞെരുക്കുന്ന കളകളുടെ ആഞ്ഞുവീശുന്ന തെക്കൻ കാറ്റിന്റെ തലയ്ക്ക് മുകളിൽ എരിയുന്ന സൂര്യന്റെയൊക്കെ വെല്ലുവിളികൾക്കൊടുവിൽ അവൻ ഒരു പറ്റം കതിർമണികൾ ചൂടി വിളങ്ങി വന്നു. എങ്കിലും സന്തോഷം നീളുന്നില്ല. ഒരു അരിവാൾ തലയിൽ കൊയ്തു കൂട്ടപ്പെടുകയാണ്. ആ വേദനകൾക്കൊടുവിലും ആ സഹനങ്ങൾക്കൊടുവിലും ഒന്ന് സന്തോഷമുണ്ടായിരുന്നു. ദേ, എന്റെ സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. ഞാനിപ്പോൾ പല ഫാക്ടറികളിലും എത്തും. രുചികരമായ പല വിഭവങ്ങളുടെയും ഭാഗമായി തീരും. പക്ഷേ അവിടെയും വിധി അവനെ തോൽപ്പിക്കുന്നു. ഒരു പറ്റം സന്യാസിനികൾ ആ ഗോതമ്പ് മണികൾ വാങ്ങി അവരുടെ മഠങ്ങളിലേക്ക് കടന്നുപോയി. തിരികല്ലിൽ കിടന്ന് പൊടിഞ്ഞു മാവായി മാറുന്ന ഞരക്കങ്ങൾക്കിടയിൽ അവൻ തന്റെ സൃഷ്ടാവിനെ ഒരുപാട് ശപിച്ചു കരഞ്ഞു. ദൈവമേ, എന്തിനു നീ എൻ്റെ മോഹങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. നിരാശയിൽ കഴിഞ്ഞ അവനെ അവർ ചില തൂവള്ള ഓസ്തികളാക്കി മാറ്റുന്നു. ഒടുവിൽ ഒരു ഞായർ പുലരിയിൽ കണ്ണീരോടും വിഷമത്തോടും കൂടെ ബലിയർപ്പകന്റെ കരങ്ങളിലേക്ക് അവൻ ഉയരുമ്പോൾ അവനിലേക്ക് അവന്റെ സൃഷ്ടാവ് ഇറങ്ങി വരുന്നു. അവനിൽ അലിഞ്ഞു ചേരുന്നു. കണ്ണീരോട് അവൻ പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ മോഹങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചത് എൻ്റെ മോഹങ്ങളെക്കാൾ വലിയ ഭാവി നീ എനിക്ക് ഒരുക്കിയത് കൊണ്ടാണല്ലോ. സൃഷ്ടാവ് അവനെ പുണർന്നു പിടിക്കുന്ന നിമിഷങ്ങൾ. അതെ, ഇനി ഞാനില്ല, നീ മാത്രം. ചങ്ങാതിമാരെ, എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മോഹങ്ങൾ, പ്രാർത്ഥനകൾ ദൈവം അവഗണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു കിനാവ് കാണുന്നുണ്ട്.